ഇമ്മണി വല്ലൊരു ഫാന്റെ മറ്റൊരു ഗംഭീര എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചേട്ടനെയും ചേച്ചിമാരെയും വെൽക്കം ചെയ്യാം. വിവേകേട്ടാ, അമ്മു, സൗഭാഗ്യ ചേച്ചി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ ഫാനെ സ്വാഗതം ചെയ്യാം. രവീന്ദ്ര മാസ്റ്റർ ഫാനായ പാർവതി വിഷ്ണു. എനിക്ക് എപ്പോഴും ഒരു കൂട്ടുണ്ടാവുമല്ലേ? ഞങ്ങൾ രണ്ടൊരു മാച്ചിങ് ആണ്. നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് പറയുമായിരുന്നു, എന്നും എപ്പോഴെങ്കിലും ആരെങ്കിലും ഒക്കെ ഒരാള് മാച്ചിങ് ആയിട്ട് നമ്മളെ ഫാനിന്റെ ഇതുമായിട്ട് മാച്ചിങ് ഡ്രസ്സിംഗ് മാച്ച് ആയിട്ട് വരും. പാർവതി, നീ ഏത് പാട്ടാ പാടാൻ പോണേ? ഞാൻ ധനം എന്ന മൂവിയിലെ ചീരപ്പൂവൽ കുമ്മ എടുക്കുന്ന എന്ന പാട്ടാണ് പാടാൻ പോകുന്നത്. താങ്ക് യു ചേട്ടാ. ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ
നന്നായിട്ട് പാടി. താങ്ക് യു ചേച്ചി. ഓക്കെ, നമുക്ക് നമ്മുടെ ചേട്ടനും ചേച്ചിമാർ ചോദിക്കാം. സൗഭാഗ്യ ചേച്ചി. പാർവതി ആസ് യൂഷ്വൽ നന്നായിട്ട് പാടി, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. നല്ലൊരു സോങ് സെലക്ഷൻ. മോള് മാക്സിമം മോൾക്ക് പറ്റുന്ന അത്രയും രീതിയിൽ മോൾ നന്നായിട്ട് പാടി. ബട്ട് വാട്ട് ഐ ഫെൽറ്റ് ഇസ് മോൾ ഇത്രയൊരു പെർഫോമൻസ് എടുത്ത് നോക്കുമ്പോൾ മോൾക്ക് ബേസിൽ പാടാൻ നല്ല ഒരു ടാലൻ്റ് ഉണ്ട്. യു ആർ വെരി കംഫർട്ടബിൾ വിത്ത് ഇറ്റ്. നല്ലോണം പാടുന്നുണ്ട്, ഫ്ലോലെസ് ആയിട്ട് പാടുന്നുണ്ട്. ആൻഡ് അത് കേൾക്കുമ്പം ഞങ്ങൾക്ക് അതേപോലെ ഒരു പ്ലഷർ തോന്നാറുണ്ട് കേൾക്കുമ്പോഴത്തേക്കും. പക്ഷേ അതേപോലെ തന്നെ മോൾക്ക് ഹൈ നോട്ട് യു ആർ നോട്ട് ദാറ്റ് മച്ച് കംഫർട്ടബിൾ വിത്ത് ഇറ്റ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് എങ്ങനെയാണ് മോൾ അത് എടുക്കുന്നതെന്ന് എനിക്കറിയില്ല. മോൾക്ക് അത് കംഫർട്ടബിൾ ആണോ അതോ ത്രോട്ട് പ്രോബ്ലം കാരണം പോകാൻ പറ്റാത്തതാണെന്ന് എനിക്കറിയില്ല. ഇത്രയും പെർഫോമൻസസ് വെച്ച് വാട്ട് ഐ ഫെൽറ്റ് ഇസ് യു ആർ നോട്ട് ദാറ്റ് മച്ച് കംഫർട്ടബിൾ വിത്ത് ഹൈ നോട്ട്സ്. അപ്പം അവിടെ മാത്രം ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് പാടുന്നു, അതായത് ഫുൾ എനർജി എടുത്ത് പാടേണ്ടി വരുന്നു. അപ്പം ആ പാട്ടിൻ്റെ ഒരു ഫീൽ നമ്മൾ ഒരുപാട് എനർജി എടുക്കുമ്പോൾ അവിടെ കുറച്ച് കുറഞ്ഞു പോകും. ആൻഡ് പല്ലവിയൊക്കെ ഭയങ്കര സൂത്തിങ് ആയിട്ടുണ്ട് കേൾക്കാനായിട്ട്. കാരണം മോൾ അതിൽ ഭയങ്കര ബ്രില്യൻ്റ് ആണ്. ആ ബേസിൽ മോൾ നല്ലോണം പാടുന്നുണ്ട്. നല്ലൊരു സിംഗറാണ്. ഒത്തിരി നല്ല ഫീൽ എക്സ്പ്രഷൻസ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു കുട്ടിയാണ്. ആൻഡ് മോളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. അതൊരു ഉമ്മ കൊടുക്കണമെന്നൊക്കെ പറയുമ്പോൾ തന്നെ യു ഗെറ്റ് ദാറ്റ് ഫീലിംഗ്. അപ്പോൾ അത്രയും നല്ലോണം പാടുന്ന ഒരു കുട്ടിയാണ്. കീപ്പ് ഇറ്റ് അപ്പ്. ഇതൊരു കോമ്പറ്റീഷൻ ആകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ യു ഹാവ് സർട്ടൺ ലിമിറ്റേഷൻസ്. അത് സെലക്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ള ഒരു നിർബന്ധം ആയതുകൊണ്ടാണ് ഹൈ റേഞ്ച് ഒക്കെ പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായെന്ന് തോന്നുന്നത്. അത് നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യാം. മേ ബി യു ക്യാൻ പ്രാക്ടീസ്, അല്ലെങ്കിൽ യു ക്യാൻ ട്രൈ ടു അവോയ്ഡ് സെറ്റ് സോങ്സ്. അത്രേ ഉള്ളൂ. ഓക്കെ, എനിവേസ് നന്നായിട്ട് പാടി. കീപ്പ് അപ്പ് ദ ഗുഡ് വർക്ക്. വിവേകേട്ടാ. സൗഭാഗ്യ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഈ മുകളിലോട്ട് പോകുന്തോറും ഭയങ്കര പാടാനായിട്ട് ഭയങ്കര ഒരുപാട് നമ്മളെ ത്രോട്ടിന് സ്ട്രെയിൻ കൊടുക്കുന്ന പോലത്തെ ഒരു ഫീല് നമ്മളോട് കാണുമ്പോൾ നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. അത്രയും ബുദ്ധിമുട്ടി പാടുന്ന പോലത്തെ ഒരു ഫീല് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ബേസ് വളരെ നന്നായിട്ട് പാടുന്നുണ്ട്. ഒരു ഭയങ്കര ക്ലാസിക്കൽ ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട് പാട്ടിലൊക്കെ. ആ സൗണ്ട് നല്ല സൗണ്ടാണ്. ഒരു നല്ല ട്രെയിനറിനെ വെക്കുക എന്തായാലും. ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ പാട്ട് അത്രയും സ്നേഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, പാടാൻ അത്രയും ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ടീച്ചറിനെ വെച്ച് സീരിയസ് ആയിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ പോകണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് ഈ പ്രായത്തിൽ തന്നെ പോകണം. ഞാൻ അമ്മു ചേച്ചിക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. എനിക്ക് ഇവർ രണ്ടുപേരും പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഫീൽ ചെയ്തത്. എനിക്ക് പിന്നെ വേറൊരു കാര്യം തോന്നുന്നത് വെച്ചാൽ പാർവതി ഇതുവരെ ചെയ്ത പെർഫോമൻസിൽ നല്ലോണം എൻജോയ് ചെയ്ത് പാടിയ പാട്ട് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ഫേഷ്യൽ എക്സ്പ്രഷനിൽ ആ ഹൈ നോട്ടിന് മാത്രം അവിടെ കുറച്ച് സ്ട്രെയിൻ തോന്നിയെങ്കിലും അത് ഒഴിവാക്കിയാൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് പാടിയ പാട്ട് ഇതാണെന്ന്. ആണോ പാർവതി? ഇതാണോ പാടിയത് ഭയങ്കര എൻജോയ് ചെയ്തിട്ട്? എക്സ്പ്രഷൻസ് ഒക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം പാർവതി ഒരുപാട് ഇഷ്ടപ്പെട്ടെടുത്ത ഒരു പാട്ടാണ് അത്. പിന്നെ എനിക്ക് രാകേഷ് അങ്കിളുടെ കൂടെ പാടിയതും ഭയങ്കര എൻജോയ് ആയിട്ടാണ് പാടിയത്. എനിക്ക് ഒരുപാട് അതും ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പെർഫോമൻസ് ആണ്. എന്തായാലും നല്ലോണം പാടി, നല്ല സോങ് സെലക്ഷൻ ആയിരുന്നു. ഒപ്പം ഓർക്കസ്ട്ര ചേട്ടന്മാരും നല്ലോണം സപ്പോർട്ട് ചെയ്തു. അവർക്ക് വലിയൊരു കൈയടി. താങ്ക് യു സോ മച്ച്. അപ്പോൾ നെക്സ്റ്റ് റൗണ്ടിൽ ഇതിലും ഗംഭീരമായിട്ട് പാടാം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. പാർവതി നന്നായി പാടാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആരറിയോ? അമ്മ. അവര് 3 പേര്. സത്യം. അത്രയും നല്ല മോട്ടിവേറ്റേഴ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ. ജഡ്ജസ് എന്നല്ല പറഞ്ഞത്, നമ്മുടെ ചേട്ടനും ചേച്ചിമാരും മോട്ടിവേറ്റേഴ്സ് ആണ്. ഇത്രയും നല്ല ടിപ്സ് നിനക്ക് വേറെ എവിടെയും കിട്ടുമോ? ഇല്ല. സോ യു ആർ ലക്കി. സോ പാർവതി, അടുത്ത പ്രാവശ്യം എല്ലാം മൈൻഡിൽ വെക്കുക, റെഡി ആക്കി കൊണ്ടുവരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഇന്നത്തെ എപ്പിസോഡിലെ സെക്കൻഡ് ഫാനെ സ്വാഗതം ചെയ്യാം. മഞ്ജു വാര്യർ ഫാനായ അഫ്ന. അയ്യോ, അഫ്ന എന്ത് പറ്റിയേ? ഇത് അഫ്നയാണോ? എന്തു പറ്റി? ഒന്നുമില്ല. ഒരു വല്ലാത്തൊരു ഗെറ്റപ്പല്ലേ, ഭയങ്കര ഡിസ്റ്റർബിംഗ് ലുക്ക്. എന്താണെന്ന് പെർഫോം ചെയ്യാൻ പോണേ? ഇന്ന് നമ്മുടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു അസുഖമാണ് ക്യാൻസർ. കേരളത്തിലെ ക്യാൻസർ എന്ന രോഗത്തെ പ്രതിരോധിക്കാൻ കേരള ക്യാൻ എന്നുള്ളൊരു പദ്ധതി ഇന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് മനുഷ്യേച്ചിയും രോഗത്തിൽ നിന്ന് തിരിച്ചുവരവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് മനുഷ്യേച്ചി ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ആ പാട്ടാണ് ഞാൻ ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത്. നമ്മളെന്തായാലും പെർഫോമൻസ് കാണാൻ വെയിറ്റ് ചെയ്യാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. അഫ്ന, നന്നായി പെർഫോം ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ഹലോ, അച്ഛൻ എവിടെയാ? എനിക്ക് എന്താ പറ്റി? എനിക്ക് ഒന്നുമില്ലെങ്കിൽ ഞാൻ എന്തിനാ ഇവിടെ? എനിക്ക് അനിയനെ അച്ഛനെ കാണണം. വേഗം വാ. പുലരി വരികയാണിതാ ഇനി മിഴികൾ നിറയെ കനവു പൂവുമായി മൊഴിയും ചിരിയും മധുര ലോകമായിതാ ഹൃദയമേറെ ആർദ്രമായി ഒഴുകുന്ന പുഴയിലെ ഓളമായി അകലെ ജീവിക്കണം. എൻ്റെ അനിയനോടൊപ്പം അച്ഛനോടൊപ്പം ജീവിക്കണം. സ്കൂളിൽ പോകണം, പഠിക്കണം, എല്ലാരെ പോലെയും ജീവിക്കണം. എനിക്ക് പേടിയാവുന്നു. ഒരു വേളയെല്ലാം പൊലിയുന്ന പോലെ ഇരവായി കണ്ണിൽ തുണയില്ല കൂടെ നിറയുന്നു മൗനം താനേ
മിഴികൾ നിറയെ കനവു മൊഴിയും ചിരിയും മധുരലോകം നമുക്ക് ഒരുമിച്ച് നേരിടാം ഹൃദയമേറിയ പോരാട്ടം. പുതിയ പുലരി വരികയാണിതാ മിഴികൾ നിറയെ കനവു പൂവുമാ. അഫ്ന, എന്ത്? ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ആ എന്തായാലും നമ്മുടെ ചേട്ടനെ ചേച്ചിമാർ ചോദിക്കാം. ആ അമ്മു, നല്ലൊരു ആക്ടായിരുന്നു, നല്ലൊരു മെസ്സേജാണ് കൺവേ ചെയ്തത്. ഇതുവരെ ആരും എടുക്കാത്ത, അല്ലെങ്കിൽ മഞ്ജു ചേച്ചിയുടെ എന്ന് പറയുമ്പോൾ എല്ലാവരും മൂവീസാണ് കൂടുതൽ ശ്രദ്ധിക്കുക. ഈ കാര്യം ആരും അത്രയും ഓർക്കുന്ന ഒന്നല്ല. അപ്പം അങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊടുന്നതിൽ ഒരുപാട് സന്തോഷം. ഒരു അവെയർനെസ് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ചിന്തിച്ചൊരു പോസിറ്റീവ് എന്തെങ്കിലും നിർത്തിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നല്ലൊരു കോൺസെപ്റ്റ് തിരഞ്ഞെടുത്തത് നല്ല രീതിയിൽ തന്നെ അത് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗ്രൂപ്പും വളരെ നല്ലോണം സപ്പോർട്ട് ചെയ്തു. നല്ലൊരു കൊറിയോഗ്രാഫി ആയിരുന്നു. അഫ്ന നല്ലോണം ആക്ട് ചെയ്തു. എനിക്കിഷ്ടപ്പെട്ടു. നല്ലൊരു ആക്ടായിരുന്നു. താങ്ക് യു. വിവേകേട്ടാ, എനിക്ക് എന്ത് പറയണമെന്ന് പറയുന്നത് അത്ര ഭയങ്കര എന്താ പറയുക പവർഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. കറക്റ്റ് മെസ്സേജ് ആയിരുന്നു. യഥാർത്ഥ ഒരു ഫാൻ എന്ന് പറഞ്ഞത് തന്നെ ഇപ്പോൾ എന്താ പറയുക സിനിമ മാത്രം കണ്ടിട്ട് അതിനുള്ള ഇത് മാത്രമല്ലാതെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എല്ലാം ഭയങ്കര നിങ്ങൾ എന്താ പറയുക പറയാനായിട്ട് വാക്കുകളില്ല. അത്ര നന്നായി മനോഹരമായിട്ട് നിങ്ങളിവിടെ പെർഫോം ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ശരിക്കും ഞാൻ RCCയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു പിള്ളേരുടെ ഇതേപോലെ സംഭവങ്ങൾ കാണുമ്പോൾ ശരിക്കും നമുക്ക് അതിനകത്ത് കയറുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. അങ്ങനത്തെ അവസ്ഥയാണ് എൻ്റെ അകത്ത്. അതും വലിയ ആൾക്കാർക്ക് തന്നെ സഹിക്കാൻ പറ്റാത്ത പെയിനും കാര്യങ്ങളായിട്ട് ഇരിക്കുമ്പോൾ കുഞ്ഞു പിള്ളേരുടെ കാര്യം ഇപ്പോൾ ആലോചിച്ച് നോക്കുക. ഇത് കാണിക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. എന്തായാലും ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. കറക്റ്റ് കൺവേ ചെയ്യേണ്ട മെസ്സേജ് ഇവിടെ കൺവേ ചെയ്തു. ഹാറ്റ്സ് ഓഫ്. അതുപോലെ കൊറിയോഗ്രാഫി എടുത്തു പറയണം, ഭയങ്കര ബ്രില്യൻ കൊറിയോഗ്രാഫി ആയിരുന്നു കേട്ടോ. കാരണം ഈ ഒരു പാട്ട് അത്രയും സ്ലോ ആയിട്ടുള്ള പാട്ടിൽ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനൊരു തീം കൊണ്ടുവന്ന് ഇങ്ങനൊരു സംഭവം ചെയ്ത് അത് ആ ഒരു വേ ഓഫ് കൊറിയോഗ്രാഫി നല്ലായിരുന്നു. ആദ്യം ആ ഒരു വീഡിയോ കാണിച്ച ഒരു ഹാപ്പിനെസ്സിൽ തുടങ്ങി ഇത് ഡയറക്ട്ലി ഒരു ആക്ടിൽ തുടങ്ങാണ്ട് ആ ഒരു ഇൻട്രൊഡക്ഷൻ വളരെ നല്ലതായിരുന്നു. നല്ലൊരു ബ്രില്യൻ കൊറിയോഗ്രാഫി. സൂപ്പർ സ്റ്റാർ. സൗഭാഗ്യ ചേച്ചി, അഫ്ന നല്ലൊരു ആക്ടായിരുന്നു. വെരി ടച്ചിങ് പെർഫോമൻസ് വേണമെങ്കിൽ പറയാം. ഒരുപാട് കാര്യങ്ങൾക്ക് ഇന്നൊരു ക്ലാപ്പ് കിട്ടേണ്ടതാണ്. ഫോർ ദ മേക്ക് ഓവർ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും കുറേ. ഇതൊക്കെ ചെയ്യുന്നത് ഇറ്റ് ഇസ് നോട്ട് എൻ ഈസി തിങ്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ ആരാണ് ഹെൽപ്പ് ചെയ്തത്, ബിഗ് സല്യൂട്ട് ടു ദം. നല്ല മേക്ക് ഓവർ ആയിട്ടുണ്ട്. അത് ഇറ്റ് ഇസ് നോട്ട് എൻ ഈസി തിങ്. അതിലാണല്ലോ ഒരു 50% കാര്യമുള്ളത്. ഔട്ട്ഫിറ്റ് ഇതൊക്കെ കൊള്ളാം, നിങ്ങൾ ചെയ്തിരിക്കുന്നതൊക്കെ നന്നായിട്ടുണ്ട്. ആൻഡ് സോങ് സെലക്ഷൻ ഇതേപോലെ ഒരു ഐഡിയ മൂവീസിൻ്റെ പുറത്ത് ചിന്തിച്ചതും അതൊരു നല്ലൊരു ഫാക്ടർ. ആൻഡ് ഇതിൻ്റെ കൊറിയോഗ്രാഫി നന്നായിട്ടുണ്ട്. ആദ്യം ഒരു വീഡിയോ വാളിൽ ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ആ ട്രാൻസിഷൻ നല്ലതായിരുന്നു. ആൻഡ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഡാൻസ് സ്റ്റെപ്സിലൊക്കെ ആണെങ്കിലും ഒരു പെയിൻ പ്രകടമായിരുന്നു. ആ സ്റ്റെപ്സിലൂടെ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റി. അതുപോലെ നല്ല ഒരു തോട്ട്, ഒരു നല്ല സോഷ്യൽ മെസ്സേജ് ഈ പെർഫോമൻസിലൂടെ. അത് ഒരു മോട്ടിവേഷണൽ പെർഫോമൻസ് ആണ്. അതല്ല ഒരു ഭയങ്കര ഒരു സാഡ് എൻഡിങ് ആവാണ്ട് കുറേ അങ്ങനെയുള്ള ആൾക്കാരെ മനസ്സ് ബൂസ്റ്റ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. അതൊക്കെ ആഡ് ചെയ്ത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു അത് ഒറിജിനൽ ഇതിലില്ലാന്ന് തോന്നുന്നു. അത് സാറിൻ്റെ ഐഡിയ ആയിരിക്കണം. അത് ഇങ്ങനെ മോട്ടിവേഷണൽ ആയിട്ടുള്ള വേർഡ്സ് ഇടയ്ക്ക് കൊണ്ടുവരുന്നത് അത് ഒത്തിരി എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി. ബ്രില്യൻ പെർഫോമൻസ് ആൻഡ് താങ്ക് യു ഫോർ എ വെരി ഗുഡ് സോഷ്യൽ മെസ്സേജ്. താങ്ക് യു. ഇതിൽ അഫ്നയുടെ ഈ ഒരു പെർഫോമൻസ് വൈറലാവട്ടെ. താങ്ക് യു. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അസുഖം വന്ന എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കും. ഈ പെർഫോമൻസ് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇത് ആരുടെ അഫ്നയുടെ അനീതിയാണ്? ഇത് ആരുടെ കുഞ്ഞാണിത്? ഇത് എൻ്റെ സാറിൻ്റെ. ആ കൊറിയോഗ്രാഫറിന്റെ കുഞ്ഞാണോ? എന്താ പേര്? കുഞ്ഞിന് പേര് മോനാണോ മോളാണോ? മോനാണ്. എന്താ പേര്? ഇവാൻ സുജിൻ. ഒരു സ്പെഷ്യൽ ക്ലാപ്പ് മോനോട് ഇല്ല, കാരണം നന്നായിട്ട് പെർഫോം ചെയ്തു. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് ആ കുഞ്ഞു ആവയെ കൊണ്ട് കയ്യിൽ കൊടുക്കുമ്പോൾ അഫ്നയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ച്
ഭയങ്കര ടച്ചിങ് ആയിരുന്നു. ആ ഡള്ളായിട്ടിരുന്നേന്ന് പെട്ടെന്ന് മാറി ആ ബേബീനെ കയ്യിലെടുത്തിട്ടുള്ള ആ ഒരു ട്രാൻസിഷൻ വാസ് വെരി ടച്ചിങ്. അത് വളരെ നന്നായിരുന്നു. എവിടെ കാണാനില്ല? ആ ഉണ്ടാ അല്ല, എല്ലാം ഒരേപോലെ ഇരിക്കുന്നോണ്ട് പെട്ടെന്ന് അറിയാൻ പറ്റുന്നില്ല. എനിക്ക് എല്ലാവരും മാച്ചിങ് ആണ് ഇപ്പോ. എല്ലാവരുടെയും പേരൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. സഞ്ജു, നസ്രൻ, ആരതി, ഐശ്വര്യ, മീനു, അഭിജിത്ത്. അഫ്നയുടെ അമ്മയ്ക്ക് എന്താ പറയാനുള്ള പെർഫോമൻസ് കണ്ടിട്ട്? എൻ്റെ ജീവനാണ് അഫ്നക്കുട്ടി. ഇപ്പോൾ എല്ലാവർക്കും അതുപോലെ അവരുടെ മക്കൾ വലുതായിരിക്കും, ജീവനായിരിക്കും. അപ്പോൾ ആർക്കും ഇങ്ങനെ അസുഖമൊന്നും വരുത്താതെ എല്ലാവരും ദൈവം സംരക്ഷിക്കട്ടെ. സ്പെഷ്യൽ ഗസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടായിരുന്നു കൂടെ? അഫ്നയുടെ സാറിൻ്റെ വൈഫുണ്ട്. ആണോ? ഏതാണ് വൈഫ്? എവിടെ? എന്താ പേര്? നാൻസി. എന്തായാലും അഫ്ന ഇതുപോലെ തന്നെ എപ്പോഴും ഡിഫറെന്റ് ഐഡിയാസ് ആയിട്ട് വരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്നത്തെ പോലെ ഇന്നത്തെ പെർഫോമൻസസും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിനും നല്ല അടിപൊളി പെർഫോമൻസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. Till then, this is Rimsha signing off from Immini വലിയൊരു fan. Fashion partner for Vivek Gopan, Malavika Nair and Rimsha, Central Mall, Trivandrum. Costume courtesy for Saubhagya Venkatesh, Fashion Floor, India. Accessories courtesy for Malavika Nair and Rimsha, Alfonsa.